നമസ്കാരം ആത്മബന്ധുക്കളെ. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. ജയ് ജഗത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇവിടെ നിങ്ങളുടെ കൺമുമ്പിലേക്ക് അതിമനോഹരമായ ഒരു സന്ദേശപ്രധാനമായ ചിത്രം വരികയാണ്. ഉൾവിളി. നമ്മുടെ നാടിന്ന് മദ്യത്താലും മറ്റ് ലഹരികളാലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ മഹാതിന്മയിൽ നിന്ന് നാടിനെ രക്ഷിക്കാമെന്ന് സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ കലാകാരന്മാരും രാഷ്ട്രീയക്കാരും മതനേതാക്കളുമൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലർ സിനിമ പിടിക്കുന്നുണ്ട്, ചിലർ നാടകം കളിക്കുന്നുണ്ട്, ചിലർ ചങ്ങല വലിക്കുന്നുണ്ട്, ചിലർ തിരി തെളിയിക്കുന്നുണ്ട്, ചിലർ ചെണ്ട കൊട്ടുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്. എങ്ങനെയായാലും അടിസ്ഥാനപരമായി ഇതൊക്കെ സാധിക്കുന്നത്, അടിസ്ഥാനപരമായി ഇതിന് പ്രചോദനമേകാനേ ഇതുകൊണ്ടൊക്കെ സാധിക്കുകയുള്ളൂ. ഇത് ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഭരണകൂടം തന്നെ വിചാരിക്കണം. നിരോധിക്കപ്പെട്ട പദാർത്ഥങ്ങളുടെ വ്യാപനത്തിന് ഉത്തരവാദി സിവിൽ ഭരണം തന്നെയാണ്. എന്നാൽ ഒരു ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഗവൺമെൻറ്റിൻ്റെ സാമർഥ്യം ഇതിനെതിരെ ചിന്തിക്കുന്ന സമൂഹത്തെ സംഘടിപ്പിച്ച് വിജയകരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകലാണ്. പക്ഷേ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടാക്കണം. എല്ലാ മതങ്ങളും എല്ലാതരം ലഹരികൾക്കും എതിരാണ്, എല്ലാ പാർട്ടികളും എതിരാണ്. പക്ഷേ എല്ലാ ലഹരി വ്യാപനത്തിലും എല്ലാ മദ്യേതര ലഹരി വ്യാപനങ്ങളിലും വ്യാപാരത്തിലുമൊക്കെ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്, എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളുമുണ്ട്. അതുകൊണ്ട് സത്യസന്ധരായ ജനപക്ഷ രാഷ്ട്രീയക്കാർക്കും സത്യസന്ധരായ മതവിശ്വാസി നേതാക്കൾക്കും മാത്രമേ ഇതിന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുക. ഞാൻ ഇപ്പോൾ തന്നെ വരുന്നത് 604-ാമത്തെ ദിവസം ഞങ്ങൾ മലപ്പുറത്തൊരു സത്യാഗ്രഹം നടത്തുകയാണ്. 2 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. പ്രധാനമായും മദ്യത്തെ തടഞ്ഞില്ലെങ്കിൽ മറ്റൊരു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനവും വിജയിക്കാൻ പോകുന്നില്ല. ഒരു ഭാഗത്ത് കണ്ടമാനം ബാറുകളും മദ്യശാലകളും അതുപോലെ തന്നെ ബീവറേജസ് ഔട്ട്ലെറ്റുകളും ബീർ വൈൻ പാർലറുകളും കള്ള് ഷാപ്പുകളും ഒക്കെ തുറന്നു വെച്ചിട്ട് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ ആളുകൾ ധരിക്കുന്നത് മദ്യമൊന്നും ലഹരി അല്ലെന്നാണ്. മദ്യം തന്നെയാണ് ഏറ്റവും വലിയ ലഹരി. ഞാൻ ഐക്യരാഷ്ട്രസഭ 2022 പ്രസിദ്ധീകരിച്ചൊരു പഠന റിപ്പോർട്ടുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അത് ഞാൻ ഇതിൻ്റെ സംഘാടകർക്ക് കൈമാറുകയാണ്. അതിൽ മദ്യത്തിൻ്റെയും മറ്റ് ലഹരികളുടെയും ഭീകരതകളെ പഠിച്ചിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ മദ്യമാണെന്ന്. അവർ ഈ തിന്മകൾക്കൊക്കെ സ്കോർ കൊടുത്തിരിക്കുന്നു. ഏറ്റവും അധികം സ്കോർ മദ്യത്തിനാണ്, 72. പിന്നെ കൊക്കൈനാണ്, 55. പിന്നെ ഉള്ളത് ഹെറോയിനാണ്, 54. പിന്നെയുള്ളത് മെറ്റാ ആംഫെറ്റാമിനാണ്, അത് MDMA പ്രധാന ചേരുവ, അത് 33. അങ്ങനെ അതിൻ്റെ ഗ്രാഫ് താഴോട്ട് വരികയാണ്. ഉപയോഗിക്കുന്നവർക്ക്, ബന്ധപ്പെട്ടവർക്ക്, സമൂഹത്തിന് മൊത്തത്തിൽ ആരോഗ്യപരമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി എല്ലാ നിലയ്ക്കും തകർച്ച ഉണ്ടാക്കുന്ന മദ്യമല്ലേ. കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിലേൽക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച, ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ഭാഗം അധികാരത്തിലേൽക്കുമ്പോൾ 29 ബാറേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 932 ബാറുകളുണ്ട്. ഞങ്ങൾ സമരം ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ ഒറ്റ ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 26 ബാറുകളുണ്ട്. 2 ലൈസൻസ് കൊടുക്കുന്നു. അങ്ങനെ ഒരു 40 ബാറെങ്കിലും ഇവിടെ തുടങ്ങുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശ്യമെന്ന് മനസ്സിലായി. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ ബാറുകൾ തുറക്കുക? ഇപ്പം ഗവൺമെൻറ് ഒന്ന് പറയുന്നു, അതായത് മദ്യം ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, മദ്യത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്ന ഭരണാധികാരികൾ, എല്ലാവരോടും ഒരു പരോക്ഷമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് ഗവൺമെൻറ്. മക്കളെ, നിങ്ങൾ MDMA ഉപയോഗിക്കേണ്ട, ഹെറോയിൻ ഉപയോഗിക്കേണ്ട, പെത്തഡിൻ ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറിലേക്ക് വന്നുകൊള്ളൂ എന്ന സന്ദേശമാണ് നൽകുന്നത്. ഇതിലൊരു ചതിയുണ്ട്. ഇത് നിനക്ക് ചെയ്യാൻ കഴിയാത്തത്, നീ ചെയ്യാത്തത് നീ പറഞ്ഞു നടക്കരുതെന്ന് ഖുർആനിലൊരു സന്ദേശമുണ്ട്. അതായത് ചെയ്യുന്നതും പറയണം, പറയുന്നത് ചെയ്യണം. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അങ്ങനെ ഈ ഭരണാധികാരികൾക്ക് എന്ത് പറയാൻ സാധിക്കുന്നുണ്ട്? പിന്നെ എല്ലാവരെയും ധരിപ്പിച്ചിരിക്കുകയാണ് ചിലരൊക്കെ രാഷ്ട്രീയക്കാർ, ഈ പണം കൊണ്ടാണ് നാട് ഭരിക്കുന്നത്. അല്ലെന്ന് മുഖ്യമന്ത്രി തെളിയിച്ചു പറഞ്ഞു. രാജ്യത്തിൻ്റെ തനത് വരുമാനത്തിൽ 3% മാത്രമാണ് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വരുമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? മദ്യമന്ത്രി രാജേഷ് പറഞ്ഞില്ലേ ഇതുകൊണ്ടൊന്നല്ല രാജ്യം ഭരിക്കുന്നത്? പിന്നെ ഇത്രയും വലിയ മഹാതിന്മ ഇപ്പം എല്ലാവരും പറയുന്നില്ലേ, നിങ്ങൾ ഇന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാം മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് ഉണ്ടെന്ന് ആരോപിക്കുന്ന കുറ്റങ്ങളൊക്കെ 82, 84 മുതൽ ഞങ്ങളൊക്കെ പറഞ്ഞു നടക്കുകയാണ്. വൈദ്യശാസ്ത്ര വിശാരദന്മാരുടെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ പറയുന്ന ഒരുപാട് രോഗങ്ങൾ, ഹാലൂസിനേഷൻസ്, ഇത് വെറും കഞ്ചാവ് കൊണ്ടല്ല, MDMA കൊണ്ടല്ല,
അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളെപ്പറ്റി പറയുന്നില്ലേ, സ്കിസോഫ്രാനിയ വർദ്ധിക്കുന്നത്, ഇത് ഈ ഇന്നത്തെ ഇത് കൊണ്ട് മാത്രമല്ല. പിന്നെ സൈക്കോസിസ് പ്ലൂരിസിറ്റിക്ക ഇത് വന്നത് ഇത് മദ്യത്തിൻ്റെ വിപത്താണ്. അങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിയുമ്പോഴുള്ള ഡെലീറിയം ട്രെമൻസ്, ഇതൊക്കെ പണ്ട് ഞങ്ങളെപ്പോലുള്ളവർ മദ്യത്തിനെതിരെ പറഞ്ഞു നടന്നത്, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഇപ്പം മറ്റ് ലഹരിക്കെതിരെ പറയുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, മക്കളുടെ ഏറ്റവും വലിയ മക്കൾക്ക് ദൈവമായി തോന്നുന്നത് മാതൃദേവോ ഭവ. അത് പഴയ ഒരു പുരാണം. ഉമ്മയുടെ കാൽക്കീഴിലാണ് മക്കളെ സ്വർഗമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. മാതാപിതാക്കളുടെ സ്നേഹത്തെപ്പറ്റി ക്രിസ്ത്യാനികൾക്ക് പഠിപ്പിക്കുന്നത് സോളമനാണ്. എല്ലാ മതങ്ങളും എല്ലാ രാജ്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളും ബഹുമാനങ്ങളും ഒക്കെ. നിങ്ങളത് മറക്കുകയാണ്. നിങ്ങൾക്ക് അച്ഛനമ്മയെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ മഹാതിന്മയിൽ പെട്ടുപോയാൽ അച്ഛനെയും അമ്മയും ഒക്കെ മറക്കുകയാണ്. എല്ലാ ലഹരികൾ, രാസലഹരി ആയാലും അല്ലാതെ മറ്റേ ജൈവലഹരിയായാലും എല്ലാ ലഹരികളും ബുദ്ധിയെ തകർക്കുകയാണ്. ബുദ്ധിക്ക് സദ്യോമൃത്യു നൽകിടും പടുക്ഷേളം മർത്യനെ തിരിയക്കാക്കും പൈശാച രസായനം എന്നാണ് ഉള്ളൂർ മദ്യത്തെക്കുറിച്ച് പറഞ്ഞത്. മദ്യത്തെക്കുറിച്ച് ഭാരതം നേരത്തെ പറഞ്ഞു, മദ്യം നപേയം, കുടിക്കരുത്. മദ്യം ധർമാധർമ്മ സുഖം ദുഃഖം അർത്ഥാനർത്ഥൗ ഹിതാഹിതേ. ധർമ്മമെന്നോ അധർമ്മമെന്നോ സുഖമെന്നോ ദുഃഖമെന്നോ അർത്ഥമെന്നോ അനർത്ഥമെന്നോ ഹിതമെന്നോ അഹിതമെന്നോ യസക്തോ ഇതിൽ പെട്ടുപോയവൻ ന ജാനാതി, അറിയുന്നില്ല. കഥം തശ്ശീലയദ്ഭുത, പിന്നെ എങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ഇത് ശീലിക്കുന്നു എന്നാണ് ആയുർവേദ ഗ്രന്ഥകാരൻ, അഷ്ടാംഗ ഹൃദയകാരൻ്റെ വാഗ്ഭടാനന്ദൻ്റെ ചോദ്യം. ശീലിക്കുന്നത് എങ്ങനെയാ? എല്ലാ ബുദ്ധിയും തകർക്കുകയാണ്. ഇത് തകർക്കുന്നതിൽ ഭരണകൂടത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഭരണകൂടത്തോട് പറയുന്നു, ഇന്നുള്ള സർക്കാരിൻ്റെ വിമുക്തി പരിപാടി വിജയിക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, വിമുക്തി പരിപാടി നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷരതാ പ്രോജക്റ്റ് പോലെ സാർവജനീനമാക്കണം, എല്ലാതരം ജനങ്ങളെ അതിൽ ഉൾക്കൊള്ളിക്കണം. ഇപ്പോൾ നിങ്ങളറിയോ, 15,500 കോടി ഉറുപ്പിയയ്ക്ക് മദ്യം വിറ്റ് 150 കോടി ചെലവിട്ടിട്ടാണ് ഒന്നാമത്തെ LDF സർക്കാർ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തിയത്. എന്താ പ്രവർത്തനം? ഏതെങ്കിലും നട്ടുച്ചയ്ക്ക് നടുറോട്ടിൽ നിന്ന് ഒരു പാട്ട് പാടുന്നു, പ്രസംഗം നടത്തുന്നു, 10-50 കുട്ടികളെ വിളിച്ച് ഒരു ക്ലാസ് നടത്തുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് നടക്കണമെങ്കിൽ സാക്ഷരതാ പ്രോജക്റ്റ് പോലെ സർക്കാരും ജനപ്രതിനിധികളും അതുപോലെ നാട്ടിലെ പൊതുപ്രവർത്തകന്മാരും ഉൾക്കൊള്ളുന്ന വിമുക്തി പുനഃസംവിധാനം ചെയ്യണം. പിന്നെ അനധികൃത മദ്യേതര ലഹരി വ്യാപനം തടയാൻ ഞങ്ങൾ എത്ര കാലമായി പറയുന്നു സർക്കാരിനോട്. അതായത് തദ്ദേശ ഭരണകൂട തലങ്ങളിൽ സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കണം. പഞ്ചായത്ത് സെക്രട്ടറി എന്നൊരു കൺവീനറാകട്ടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സർക്കാർ അധ്യാപകൻ, ഒരു സർക്കാർ ഡോക്ടർ, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ, VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇവരൊക്കെയുള്ളൊരു കമ്മിറ്റി നയിക്കട്ടെ, ജനപ്രതിനിധികൾ സഹായിക്കട്ടെ. ഇവിടെ ഒരു തരം ലഹരിയും നമുക്ക് ഈ സർക്കാരിന് ഇഷ്ടമല്ലാത്ത അതുപോലെ അനധികൃതമായ ഒരു ലഹരിയും രാജ്യത്തുണ്ടാവുകയില്ല. ഇതിനൊന്നും സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം രക്ഷപ്പെടില്ല. പിന്നെ ഈ ഉൾവിളി പോലത്തെ സിനിമ അഭ്രപാളികൾ ജനങ്ങൾ കാണുമ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഒരു ആവേശം ജനങ്ങൾക്കുണ്ടാകും. ആ ആവേശം ഒരു പ്രചോദനമാക്കി മാറ്റിയെടുത്ത് പ്രചോദനത്തിന് അനുബന്ധ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ച് അത് വളരെ പ്രയോജകീഭവിക്കാവുന്ന തരത്തിൽ സർക്കാരിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഞങ്ങൾ പറയുന്നത് പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന മദ്യനിരോധന അധികാരം ഈ ഗവൺമെൻറ് എടുത്തുകളത് പുനഃസ്ഥാപിക്കണം. പിന്നെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മളുടെ മനസ്സിലുള്ള എല്ലാ നന്മകളുള്ളത്, പല നന്മകളുള്ളത് പാഠപുസ്തകങ്ങളിലൂടെയാണ്. അതുകൊണ്ട് LP ക്ലാസ് മുതലേ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം. അതെന്തുകൊണ്ട് സർക്കാർ മടിക്കുന്നു? 4ാം ക്ലാസ് മുതൽ +2 വരെ, കോളേജ് തലം വരെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന പ്രായതലങ്ങളിലെ ഭാഷയിൽ അതിൻ്റെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ, അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ. ഉൾവിളി നാടിന് മുഴുവൻ ഒരു ഉൾവിളിയായി മാറട്ടെ, സർക്കാരിൻ്റെ ഉൾവിളിയായി മാറട്ടെ, സമൂഹത്തിൻ്റെ ഉൾവിളിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ജഗത്, ലോക സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം.